ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കാരണം എനിക്ക് കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ കുറച്ച് നാൾ സുഖമില്ലാണ്ടായി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് താമസിച്ചത്. അപ്പോൾ എന്നിരുന്നാൽ പോലും നിങ്ങൾ കുറേ പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, കമൻറ്റ്സ് എഴുതാറുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെല്ലാം വലിയ നന്ദി കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതായത് ഹൈലറോണിക് ആസിഡിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം, ചെറിയ ചെറിയ പ്രയോജനമെങ്കിലും കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ മറുപടി തരാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മറുപടി തരാമേ. അപ്പം നമുക്ക് ഹൈലറോണിക് ആസിഡിനെ കുറിച്ച് നമുക്ക് എന്താണെന്നൊന്ന് കേൾക്കാം. അപ്പോൾ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ വയറ്റിൽ കിടക്കുമ്പോഴേ നമ്മുടെ ബോഡിക്കകത്തുള്ള ഒരു സാധനമാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് അവർ ജനിക്കുന്ന ഉടനെ നല്ല പ്ലം ആയിട്ടിരിക്കുകയും നല്ല തുടുത്തിരിക്കുകയും നല്ല സ്കിന്നായിട്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഹൈലറോണിക് ആസിഡ് അവരുടെ ബോഡിയിൽ ആവശ്യത്തിലേറെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പ്രായം കൂടുന്തോറും ഇത് കുറേശ്ശെ, അതായത് കുഞ്ഞുങ്ങൾക്കല്ല, കുറച്ച് കഴിയുന്തോറും പ്രായം കഴിയുന്തോറും ഇത് കുറേശ്ശെ നമ്മളുടെ ബോഡിയിൽ നിന്ന് കുറഞ്ഞു വരും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കുറയുന്നത്? നമ്മൾ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞോണ്ടേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരുപാട് കാണും. നമ്മൾ അന്തരീക്ഷത്തിലെ പൊടിയും കാര്യങ്ങളും, പിന്നെ വയറിൽ കിടക്കുമ്പോൾ ഒരു അമ്മ അത് സേഫായിട്ട് അത് എല്ലാം അമ്മ അതിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് അത് നല്ല ഇതായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ വെളിയിൽ വരുമ്പോൾ അമ്മ നോക്കുകയാണെങ്കിൽ പോലും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പല കാര്യങ്ങൾ കൊണ്ടും ഇത് ഡിക്രീസ് ചെയ്യും, കുറഞ്ഞു വരും. അപ്പം കുറേ നാൾ കഴിഞ്ഞ് അവരൊക്കെ ഒരു പ്രായമായി, നമ്മുടെയൊക്കെ പ്രായമാകുമ്പോഴത്തേക്ക് ഹൈലറോണിക് ആസിഡ് ഒന്നും അധികം കാണത്തില്ല എന്ന് പറഞ്ഞാൽ അത് കുറയും. അപ്പോൾ നമ്മൾ ഇത് നല്ലതായിട്ട് വീണ്ടും ഒരു നറിഷ്മെൻറ്റ് സ്കിന്നിൽ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് വെളിയിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് നല്ല തുടുത്തിരിക്കുമ്പോഴത്തേക്ക് സ്കിന്നിൽ റിങ്കിൾസ് വീഴൂല, ഫൈൻ ലൈൻസ് വീഴൂല. നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമാണ് ആദ്യം നമുക്ക് ഈ റിങ്കിൾസ് ഒക്കെ വരുന്നത്. കണ്ണൊക്കെ ഒരുപാട് ചുളിയുമ്പോഴാണ് നമുക്ക് പ്രായമൊക്കെ കൂടുതൽ തോന്നുന്നത്. കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾസും ചുളിവുകളും ഒക്കെ വരുമ്പോൾ അത് അവിടെ ഒരുപാട് കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹൈലറോണിക് ആസിഡ് എച്ച് എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. ഈ എച്ച് അടങ്ങിയ ക്രീമുകൾ കണ്ണിന് ചുറ്റും ഇടാം. കണ്ണിന് ചുറ്റും ഇടുമ്പോൾ അത് പൊതുവേ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെയുള്ള ക്രീംസോ സെറംസോ ഒക്കെ യൂസ് ചെയ്യണം എന്നാഗ്രഹമുള്ള നല്ലൊരു സ്കിൻ ഡോക്ടറിനെയൊക്കെ കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബുദ്ധി. ഇല്ല, നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് അറിയാമെങ്കിൽ അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ ചിലർക്കൊക്കെ അലർജി ഉണ്ടാകി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതൊരു കഷ്ടമല്ലേ. അപ്പം നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ല. അല്ലെങ്കിൽ വളരെ ചെറിയ കോൺസെൻട്രേഷനിൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അത് കൂട്ടാൻ ശ്രമിക്കുക. ഇനി 40 വയസ്സ് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം 40 വയസ്സ് കഴിയുമ്പം ഈ ഹൈലറോണിക് ആസിഡ് ഒരുവിധം നന്നായിട്ട് കുറയും. അതിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒരുപാട് വ്യത്യാസം വരും ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇത് പതുക്കെ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഒത്തിരി വീഴാൻ തുടങ്ങും. അപ്പോഴാണ് സ്കിന്നിൽ ഡാമേജ് ഒക്കെ ഉണ്ടായി തുടങ്ങുന്നത്. ഇനി 50 വയസ്സാകുമ്പോൾ പെട്ടെന്നൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. ഇത് പെട്ടെന്നങ്ങ് കുറയും, നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങളും വരും. മെനോപോസും കൂടെ വരുന്നത് കൂടെയാണ് അതിൻ്റെ ഒരു ബേസിക് റീസൺ. അപ്പം ഈ ഉണ്ടായ ഫൈൻ ലൈൻസും റിങ്കിൾസും എന്ത് ചെയ്യും? കുറെ കൂടെ ഡീപ്പനാവും, പെട്ടെന്ന് തന്നെ വിസിബിൾ ആവും. നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒത്തിരി ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ടെന്ന്, വരയും കുറിയൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. മറ്റത് ചെറുതായിട്ടാണ് വന്ന് തുടങ്ങുന്നത്. ചെറുതായിട്ട് വരുമ്പോഴത്തേക്ക് അത്ര നോട്ടീസ് ചെയ്യൂല. പക്ഷെ എല്ലാത്തിനും ഇത് നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ സ്കിന്ന് വളരെയേറെ സൂക്ഷിക്കണം. അത് പുറമേ നിന്ന് സൂക്ഷിക്കുന്നത് പോലെയല്ല, ഉള്ളിലും നമ്മൾ അതുപോലെ നോക്കണം. അല്ല പുറമേ ഇനി എന്തെല്ലാം പുരട്ടിയാലും നമ്മുടെ ഉള്ളിലും കൂടെ കൊടുക്കണം. രണ്ട് സൈഡിൽ നിന്നും കൊടുക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഹൈലറോണിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത്? അത് നമ്മുടെ അതായത് സുഷിരങ്ങളിലെ പോസെല്ലാം നല്ല നികന്ന് കുഴി ഒരുപാട് വരില്ല. കാരണം ഇത് പ്ലം ചെയ്തിരിക്കുമല്ലോ. അപ്പോൾ പോസ് നല്ലതായിട്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ, ബോഡിയിൽ എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഹീൽ ചെയ്യാൻ സഹായിക്കും. അവിടെ ഒരുപാട് അടയാളങ്ങളൊന്നും വരാതിരിക്കാൻ അത് നോക്കും. പിന്നെ സെൽ പ്രൊഡക്ഷൻ, സെൽസിൻ്റെ നമുക്ക് നല്ല സെൽസ് വേണമല്ലോ നമുക്ക്
നമുക്ക് ജീവിച്ചു പോകാനായിട്ട്. അപ്പോൾ സെൽസിൻ്റെ പ്രൊഡക്ഷൻ അത് ഇൻക്രീസ് ചെയ്യും, നല്ല സെൽസ് നല്ല രീതിയിൽ അത് ഇൻക്രീസ് ചെയ്യും. സ്കിന്ന് നല്ല ഫ്രഷും ഗ്ലോയും ആയിട്ടിരിക്കും. ജോയിൻസ് എല്ലാം നല്ല ലൂബ്രിക്കൻ്റ് ആയിട്ടിരിക്കും. അതായത് ജോയിൻസിൽ ലൂബ്രിക്കൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജോയിൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഒരു മെഷീനിൽ എണ്ണ ഒഴിച്ചാലല്ലേ അത് പെട്ടെന്ന് എല്ലാ വർക്കും ചെയ്യുള്ളൂ, നല്ല ഈസി ആയിട്ട് അത് നീങ്ങുമല്ലോ. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ ജോയിൻസിൽ ലൂബ്രിക്കൻസ് നന്നായിട്ട് അത് ഉണ്ടെങ്കിൽ ഇത് കാരണം ഉണ്ടാകുകയും അത് കാരണം നമ്മുടെ ജോയിൻസിനൊക്കെ നല്ല ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. പിന്നെ ടിഷ്യൂ റിപ്പയർ നന്നായിട്ടുണ്ടാവും. ടിഷ്യൂസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ടിഷ്യൂസിനെയൊക്കെ അത് നന്നായിട്ട് തന്നെ റിപ്പയർ ചെയ്ത് സാധാരണ നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തും. ഇനി സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് അറിയുന്നത്, നല്ല ഹൈഡ്രേഷൻ കൊടുക്കും നമ്മുടെ സ്കിന്നിന്. ഹൈഡ്രേഷൻ കൊടുക്കും, അപ്പം നമ്മുടെ സ്കിന്ന് നല്ല പ്ലം ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നീട് ചെറുപ്പം നിലനിൽക്കുകയും ചെയ്യും. ഒരു സ്കിന്ന് ഒരുപാട് ചുക്കിച്ചുളുങ്ങിയൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പ്രായം കൂടുതലൊക്കെ തോന്നിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള നമ്മുടെ ബോഡിയിലുള്ള മോയ്സ്ചറായാലും അന്തരീക്ഷത്തിൽ നിന്ന് ഉള്ള മോയ്സ്ചറായിട്ടായാലും നമ്മുടെ അത് റീസ്റ്റോർ ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ബോഡിയിൽ ഈ സിറംസ്, ഹൈലറോണിക് ആസിഡിൻ്റെ സിറംസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഹൈലറോണിക് ആസിഡ്. പിന്നെ ഹൈലറോണിക് ആസിഡ് ഇടുമ്പോൾ എപ്പോഴും എന്താണ് ചെയ്യാനുള്ള, നമ്മുടെ സ്കിന്ന് കുറച്ച് ഒരു നനവിൻ്റെ അംശം വേണം. ഡാം സ്കിന്നിലായിരിക്കണം ഈ സിറം ഉപയോഗിക്കാനുള്ള, അല്ല നല്ലോണം തുടച്ച് ഉണക്കി ആയിട്ട് അല്ല ഈ ഹൈലറോണിക് ആസിഡ് ഇടാനുള്ള. ഡാം സ്കിന്നിൽ ഇട്ടാൽ മാത്രമാണ് നമ്മുടെ സ്കിന്നിൽ, ഡാം സ്കിൻ എന്ന് വെച്ചാൽ ഒരു നനവ്, വെള്ളമല്ല നനവ്, ചെറിയ നനവ് വേണം. അപ്പോൾ ആ മോയ്സ്ചർ കണ്ടന്റ് അതേപോലെ നിർത്തും. എന്നിട്ട് ഈ സിറം ഇട്ടതിന് ശേഷം ഒരു 2 minutes കഴിഞ്ഞിട്ട് നമ്മളൊരു നല്ല മോയ്സ്ചറൈസർ കൊണ്ട് അതിനെ ലോക്ക് ചെയ്യണം. അപ്പോൾ എപ്പോഴും നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് പ്ലം ആയിട്ട് ഇരിക്കും. ഓവറായിട്ട് സണ്ണിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നല്ല സ്കിന്നിന് നല്ല ഇലാസ്റ്റിസിറ്റി കിട്ടുകയും അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല തുടുത്തിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സ്കിന്ന് നമ്മുടെ ചെറുപ്പത്തിൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ചെറുപ്പം പോലെ നമ്മൾ വയസ്സാകുമ്പം നമുക്ക് ഇതൊന്നും കാണാത്തത് കൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത്. അപ്പം ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നല്ലൊരു സ്കിൻ റൂട്ടീനും ഇതുപോലുള്ള സെറംസോ ക്രീംസോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നല്ല ഇതടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയും വെള്ളം നിറച്ച് കുടിക്കുകയും, വെള്ളം കുടിക്കുന്നത് തന്നെ ബോഡിയിൽ ജലാംശം നിലനിർത്താൻ തന്നെ സഹായിക്കും. വെള്ളമാണ് ഏറ്റവും നല്ലൊരു ഇത്. വേറെ എന്തിപ്പോൾ ജ്യൂസ് കുടിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചായയോ കാപ്പിയോ അതൊന്നും അല്ല, വെള്ളം നല്ല തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് ഒരു നല്ലൊരു ശതമാനം വരെ നമ്മുടെ ബോഡിയിൽ മോയ്സ്ചർ കണ്ടന്റ് നിൽക്കാൻ വേണ്ടി സഹായിക്കുകയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. ഇനി ചില ഭക്ഷണങ്ങളുണ്ട് നിറച്ച് ഹൈലറോണിക് ആസിഡ് ഉള്ള ഭക്ഷണങ്ങൾ, അത് പഴങ്ങളിൽ പഴങ്ങളിലുണ്ട്. പിന്നെ നല്ല സൂപ്പ് കുടിക്കുന്നവരാണെങ്കിൽ സൂപ്പിലുണ്ട്. പിന്നെ മധുരക്കിഴങ്ങ് അതിൽ നിറച്ചുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൊറിയൻസിൻ്റെ സ്കിന്നാണ് ഈ ഇടക്കാലമായിട്ട് എല്ലാവരും പറയും കൊറിയൻ സ്കിൻ. കൊറിയൻസിൻ്റെ മെയിൻ ഭക്ഷണമാണ് മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ. അത് കാരണമാണ് അവരുടെ സ്കിന്ന് കൂടുതലും അങ്ങനെ നല്ല പ്ലം ആയിട്ടൊക്കെ ഇരിക്കുന്നത്. ഭക്ഷണങ്ങൾ ഈ മേലിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാളും കൂടുതലും അനാവശ്യത്തിന് ഒരുപാട് വാരി കഴിച്ചില്ലെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തണം. അല്ലാതെ സ്കിൻ മാത്രം മേലേന്ന് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടും അത് ശരിയാവത്തില്ല. ഉള്ളിലും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പ്രായമുള്ള ആൾക്കാർ. പിന്നെ സോയയിലുണ്ട്, ഓറഞ്ചിലുണ്ട്, പിന്നെ ഗ്രേപ്സിലുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളിൽ ഉണ്ട്. വേറൊരു ജോലി അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ മോയ്സ്ചർ കണ്ടന്റ് കുറവാണെങ്കിൽ അത് അന്തരീക്ഷത്തിൽ നമ്മൾ ഈ സിറമൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഉള്ള മോയ്സ്ചർ കണ്ടന്റ് വലിച്ചെടുത്ത് നമുക്ക് തരുകയും ചെയ്യും. അത് നമ്മുടെ ബോഡിയിൽ നിലനിർത്തുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു ഉപകാരവും കൂടെ അതിനുണ്ട്. അപ്പോൾ ഡാം സ്കിന്നിലായിരിക്കണം നമ്മൾ ഇടാനുള്ളത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രയോജനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രായമുള്ള ആൾക്കാരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 40 വയസ്സ് വരെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഒരു പ്രയോജനം ചെയ്യും. കാരണം ഒരുപാട് പേർക്കും ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. എന്നാലും എന്താണിത് നമുക്ക് ചെയ്യുന്നത്, നമ്മുടെ പ്രായക്കാർക്ക് എന്താണ് ഇത് ചെയ്യുന്നത്,
അത് നമ്മുടെ സ്കിന്നിൽ കുറച്ച് തുടുത്തിരിക്കാനും, അപ്പോൾ തുടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രായം കുറഞ്ഞ് തോന്നിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രയോജനം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. അപ്പോൾ മാർക്കറ്റിൽ നല്ല നല്ല ഹൈലൂറോണിക് ആസിഡ് അവൈലബിൾ ആണ്. എല്ലാവർക്കും വാങ്ങിച്ച് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നതിന് മുമ്പേ ആർക്കെങ്കിലും ഒക്കെ അലർജി ഉണ്ടെങ്കിൽ, അലർജി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ പോയി കാണണം. ഇല്ലാത്തവരാണെങ്കിൽ പോലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ ചെയ്യാവൂ. പിന്നെ ഈ ഹൈലൂറോണിക് ആസിഡ് പോലുള്ള സെറംസ് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു സെറമും എൻ്റെ അഭിപ്രായത്തിൽ, അത് പലർക്കും പല അഭിപ്രായമായിരിക്കും, എൻ്റെ അഭിപ്രായത്തിൽ സെറംസ് ഒന്നും പകൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സെറംസ് എപ്പോഴും രാത്രിയിലായിരിക്കണം യൂസ് ചെയ്യണം. കാരണം അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. നമ്മൾ പകൽ നമ്മൾ നല്ല സൺസ്ക്രീനൊക്കെ ഇട്ടിരുന്നാൽ പോലും സൂര്യപ്രകാശം കൊണ്ട് നമ്മുടെ സ്കിന്നിന് കളറ് കുറയാനേ സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാവർക്കും സ്കിന്നിനൊക്കെ ഇച്ചിരി കളർ വേണമെന്ന് തന്നെ ആഗ്രഹം കാണും. അപ്പം അതായത് ഭയങ്കര വെളുപ്പല്ലെങ്കിലും നമ്മുടെ സ്കിന്നിനൊരു ബ്രൈറ്റ്നസ് വേണമെന്ന് തോന്നും. അപ്പം അതെല്ലാം കൊണ്ട് രാത്രിയിൽ ഇത് ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. രാത്രിയിൽ ഇട്ടിട്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ട് കിടന്നുറങ്ങുക. ഉറങ്ങുന്നതിന് കുറച്ച് മുന്നേ തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു, ലവ് യു ഓൾ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം.